നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് വൈശാഖ് എന്നാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് ദില്ലി മുംബൈ എക്സ്പ്രസ് വേ കൊറിഡോറിനെ പറ്റിയാണ്, അഥവാ ദില്ലി മുംബൈ എക്സ്പ്രസ് വേ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജമ്മു ബാരമുള്ള റെയിൽ ലിങ്കിനെ പറ്റി. അപ്പം അതിനെപ്പറ്റിയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് കണ്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ ഏതായാലും നമുക്ക് ദില്ലി മുംബൈ എക്സ്പ്രസ് വേ കൊറിഡോർ, അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ ദില്ലി മുംബൈ എക്സ്പ്രസ് വേ എന്താണെന്നുള്ളതിനെപ്പറ്റി സംസാരിക്കാം. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ദില്ലിയിൽ നിന്നും നമ്മുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള മുംബൈയിലേക്ക് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അതിബൃഹത്തായ ഒരു പദ്ധതിയാണ് ഈ ദില്ലി മുംബൈ എക്സ്പ്രസ് വേ. അതായത് ദില്ലിയിൽ നിന്നും മുംബൈയിലേക്ക് 1350 കിലോമീറ്റർ ദൂരത്തിൽ പണിതുകൊണ്ടിരിക്കുന്ന എക്സ്പ്രസ് വേ. ഈ എക്സ്പ്രസ് വേയുടെ വീതി എന്ന് പറയുന്നത് 8 വരിയാണ്. 8 വരി എക്സ്പ്രസ് വേ ആണിത്. അതിൽ 4 വരി, ഇനി എക്സ്ട്രാ 4 വരി കൂടി ഉൾപ്പെടുത്താനായിട്ട് സ്ഥലം ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ തൽക്കാലം ഇത് 8 വരിയായിട്ടാണ് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവിയിലേക്ക് ഒരു 4 വരിയും കൂടെ കൂട്ടി ഒരു 12 വരി ആക്കാനുള്ള പ്ലാനിലാണ് ഇതിൻ്റെ പദ്ധതി ഇട്ടിരിക്കുന്നത്. അപ്പം ഈ 1350 കിലോമീറ്റർ ലെങ്ത്തിൽ ഏകദേശം ഒരു 900 കിലോമീറ്ററോളം പണി ഇപ്പം പൂർത്തിയായിട്ടുണ്ട്. അതായത് ഒരു 85% വർക്ക് ഇപ്പോൾ ഓൾറെഡി പൂർത്തിയായിട്ടുണ്ട്. 85% പണി പൂർത്തിയായിട്ടുള്ള ഈ ദില്ലി മുംബൈ എക്സ്പ്രസ് വേ ഇതിൻ്റെ തറക്കല്ലിട്ടത് 2019 ശ്രീ നിതിൻ ഗഡ്കരിജിയാണ്. ഈ ഒരു എക്സ്പ്രസ് വേ കൺസ്ട്രക്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഗവൺമെൻറ് തീരുമാനത്തിലെത്തുന്നത് ഈ ദില്ലിയിൽ നിന്നും മുംബൈയിലേക്കുള്ള മെയിൻ ഹൈവേസിൽ ബ്ലോക്ക് വരാൻ തുടങ്ങിയതോടുകൂടിയാണ്. അതായത് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളൊരു രാജ്യമാണ് നമ്മുടെ. 140 കോടി ജനങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ വാഹനവും പെരുകി കഴിഞ്ഞു. അതായത് എല്ലാ വീട്ടിലും ഒരു വണ്ടിയെങ്കിലും ഉണ്ടാകും. അങ്ങനെ വാഹനപ്പെരുപ്പം വളരെയധികം കൂടിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിപ്പോൾ. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള ഹൈവേ എല്ലാം വളരെ കൺജസ്റ്റഡാണ്. വാഹനങ്ങൾക്കൊന്നും മര്യാദയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല, ഈ ട്രാഫിക് ബ്ലോക്ക് കാരണം. അതുകൊണ്ട് ഈ ദില്ലിയിൽ നിന്നും മുംബൈയിലേക്കുള്ള ഹൈവേ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മെയിൻ ആർട്ടറി എന്ന് പറയാം ഈ ദില്ലി മുംബൈ ഹൈവേ. ആ ദില്ലി മുംബൈ ഹൈവേ ഇത്രയും ബ്ലോക്ക് വരുന്ന കാരണം ഈ ചരക്ക് ഗതാഗതം ആയിക്കോട്ടെ, സാധാരണ ജനങ്ങളുടെ യാത്ര ആയിക്കോട്ടെ, എല്ലാം ബ്ലോക്കിൽപ്പെട്ട് വളരെയധികം സമയം നഷ്ടം വരികയും ഇന്ധന നഷ്ടം വരികയൊക്കെയാണ്. അപ്പം അങ്ങനെ ആ ഒരു സ്ഥിതിയിൽ നിന്നും ഒരു മോചനത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ ദില്ലി മുംബൈ എക്സ്പ്രസ് വേ എന്ന പദ്ധതിയെപ്പറ്റി ചിന്തിക്കുന്നതും ആ ഒരു പണി പൂർത്തീകരിക്കണം എന്ന ഒരു ദൃഢനിശ്ചയത്തോടെ ഈ വർക്ക് ആരംഭിച്ചത്. ഇത് 1350 കിലോമീറ്ററാണ് ഈ പാതയുടെ ദൈർഘ്യം. ദില്ലിയിലെ സോനയിൽ നിന്നും മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് വരെയാണ് ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. അപ്പം 900 കിലോമീറ്ററോളം പണി പൂർത്തിയായിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം കോടി രൂപയാണ്. ഈ ഇത്രയും വലിയൊരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇത് 6 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ദില്ലി, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ദില്ലിയിലെ സോനയിൽ നിന്നും തുടങ്ങി മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് വരെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ദില്ലിയിലൂടെ ഏകദേശം 12 കിലോമീറ്ററാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. ഹരിയാനയിൽ 129 കിലോമീറ്റർ ദൂരവും, രാജസ്ഥാനിൽ 373 കിലോമീറ്റർ ദൂരവും, മധ്യപ്രദേശിൽ 244 കിലോമീറ്റർ ദൂരവും, ഗുജറാത്തിൽ 426 കിലോമീറ്റർ ദൂരവും, മഹാരാഷ്ട്രയിൽ 171 കിലോമീറ്റർ ദൂരവുമാണ് ഈ പദ്ധതിയുടെ ദൈർഘ്യം. 2019 പണി തുടങ്ങിയെങ്കിലും ഏകദേശം 85% വർക്കാണ്, 85% വർക്കാണ് ഈ 2024 ഡിസംബർ ആകുമ്പോഴും പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം മാത്രം വലിയൊരു പദ്ധതിയാണ് വരുന്നത്. കാരണം പണി നടക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ്, പക്ഷേ നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. 8 വരി ആയതുകൊണ്ട് തന്നെ വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. എന്തു തന്നെ ആയാലും ഈ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇപ്പം നിലവിലെടുക്കുന്ന യാത്രാസമയത്തിൻ്റെ പകുതിയായി യാത്രാസമയം കുറയും എന്നുള്ളത് തന്നെയാണ്. പിന്നെ വേറൊരു വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് ഇന്ധനച്ചെലവ് വളരെയധികം കുറയും എന്നതാണ്. നിലവിലുള്ള ഹൈവേക്കാട്ടിലും ഏകദേശം ഒരു 150 കിലോമീറ്റർ ദൈർഘ്യം കുറവുണ്ട് ഈ പുതിയ എക്സ്പ്രസ് വേക്ക്. യാത്രാ ചെലവ് കുറയ്ക്കുന്നു, അതോടൊപ്പം ഇന്ധനച്ചെലവ് കുറയ്ക്കുന്നു എന്നതിനോടൊപ്പം തന്നെ റോഡിലെ ട്രാഫിക് കൺജഷനും വളരെയധികം കുറയുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ വളരെ വലിയൊരു സവിശേഷത.
2019 തുടങ്ങിയ ഈ പദ്ധതി 2025 പൂർത്തീകരിക്കാനാണ് ഗവൺമെൻറ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ദില്ലി മുതൽ ഗുജറാത്തിലെ വഡോദര വരെയുള്ള ദൂരം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്, 900 കിലോമീറ്റർ. ഏതായാലും ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി വളരെ അനായാസം ദില്ലിയിൽ നിന്നും മുംബൈയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഉറപ്പാണ്. 12 മണിക്കൂർ കൊണ്ട് ദില്ലിയിൽ നിന്ന് മുംബൈയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വളരെ വലിയൊരു മുതൽക്കൂട്ടായ ഈ ഒരു പദ്ധതിക്ക്, അതായത് ഈ ദില്ലി മുംബൈ എക്സ്പ്രസ് വേ കൊറിഡോർ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.